കാർഷിക മേഖലയ്ക്ക് ഇത്തവണയും മികച്ച പരിഗണന നൽകിയ സംസ്ഥാന ബജറ്റ് വിള പരിപാലന മേഖലയ്ക്ക് മാത്രമായി 535.5 കോടി രൂപ വകയിരുത്തി. ഗവേഷണ പദ്ധതികൾക്കും നാളികേര വികസനത്തിനും കൂടുതൽ തുക 130 കോടി രൂപ ചെലവിൽ ധർമ്മടത്ത് ഗ്ലോബൽ ഡയറി വില്ലേജ് സ്ഥാപിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനം. വിളപരിപാലനത്തിന് 535.9 കോടി രൂപയാണ് ധനമന്ത്രി ബജറ്റിൽ വകയിരുത്തിയത്. സമഗ്രമായ നെല്ല് വികസന പദ്ധതി അടുത്ത വർഷം കൊണ്ടുവരുമെന്നും പ്രഖ്യാപനമുണ്ട്. ഇതിനായി വിവിധ പദ്ധതികൾ സംയോജിപ്പിച്ച് 150 കോടി രൂപ വകയിരുത്തി. കേരള കാർഷിക സർവകലാശാലയുടെ ഗവേഷണ പദ്ധതിക്കായി 43 കോടി രൂപയാണ് വകയിരുത്തിയത്. ഇതിൽ പുതിയ പദ്ധതികൾക്കായി 21 കോടി രൂപ നീക്കിവെക്കും. സമഗ്ര പച്ചക്കറി വികസനത്തിന് 78.45 കോടി രൂപയാണ് വകയിരുത്തിയത്. നാളികേര വികസനത്തിനായി 73 കോടി രൂപ വകയിരുത്തി. കാലാവസ്ഥാ വൈവിധ്യം കണക്കിലെടുത്ത് ഹോർട്ടിക്കൾച്ചർ ഹബ്ബ് പദ്ധതിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വിളനാശത്തിനുള്ള ഇൻഷുറൻസ് പദ്ധതിയിലെ സംസ്ഥാന വിഹിതം 33.14 കോടി രൂപ വകയിരുത്തി. കാർഷിക വിപണനം, സംരംഭം, വെൽഫെയർ ഹൗസിംഗ്, മറ്റ് കാർഷിക പരിപാടികൾ എന്നിവയ്ക്കായി 157.3 കോടി രൂപ വകയിരുത്തി. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനുള്ള പിന്തുണയ്ക്കായി 43.9 കോടി രൂപ വകയിരുത്തി. കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് 2365 കോടി രൂപയുടെ പ്രത്യേക പദ്ധതിക്ക് ലോകബാങ്ക് അനുമതി ലഭിച്ചതായും ധനമന്ത്രി വ്യക്തമാക്കി. കേര പദ്ധതിക്കായി 100 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. മൃഗസംരക്ഷണത്തിനുള്ള ആകെ വിഹിതം 317.9 കോടി രൂപയാണ്. ധർമ്മടം നിയോജക മണ്ഡലത്തിൽ ഗ്ലോബൽ ഡയറി വില്ലേജിനായി ബജറ്റിൽ പദ്ധതിയിടുന്നു. 130 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.